ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണ രംഗത്ത് പ്രധാന പങ്കും വഹിച്ച വ്യക്തിയാണ് PV നരസിംഹറാവു. അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളും ജീവിതകഥയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. തെലങ്കാനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാൻകര എന്ന നിദ്രാവിഹീനമായ ഗ്രാമത്തിൽ 1921 നരസിംഹറാവു എന്ന ആൺകുട്ടി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമാനായൊരു വ്യക്തിയായിരുന്നു PV നരസിംഹറാവു. മറ്റു കുട്ടികൾ വയലുകളിൽ കളിക്കുമ്പോൾ റാവു പുസ്തകങ്ങൾ, സംസ്കൃത ഗ്രന്ഥങ്ങൾ, വിപ്ലവ പ്രകടന പത്രികകൾ, താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിൽ നിന്നുള്ള സാഹിത്യം എന്നിവയിൽ മുഴുകി. ഒന്നല്ല 17 ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. ലോകം കണക്ടിവിറ്റിയുടെ ശക്തി മനസ്സിലാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരു ബഹുഭാഷാ പണ്ഡിതനായി. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിസാമിൻ്റെ ഭരണത്തിനെതിരെ വന്ദേമാതരം പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം നിശബ്ദമായി കലാപം നടത്തി. റാവുവിന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അനിവാര്യമാണെന്ന് തോന്നി. ഒരു പണ്ഡിതൻ മല കയറുന്നത് പോലെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉന്നതിയിലേക്കെത്തി. പതുക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. എന്നാൽ അദ്ദേഹത്തിന് നല്ല ലക്ഷ്യബോധമുണ്ടായിരുന്നു. 1971 അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി. അവിടെ അദ്ദേഹം ഭൂപരിഷ്കരണങ്ങൾ അവതരിപ്പിക്കുകയും സാമൂഹിക നീതിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പുരോഗമനപരമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ കാലാവധി നേരത്തെ അവസാനിച്ചു. അദ്ദേഹം പ്രതിഷേധിച്ചില്ല. അദ്ദേഹം മാറി നിന്ന് ജോലി തുടർന്നു. അടുത്ത 2 ദശകങ്ങളിൽ റാവു ഡൽഹിയിലെ ഒരു ക്യാബിനറ്റ് മുഖ്യസ്ഥാനം വഹിച്ചു. വിദേശകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ പ്രധാന വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്യും. അദ്ദേഹം ഏറ്റെടുത്ത ഓരോ റോളിലും അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ഒരിക്കലും ഉച്ചത്തിൽ ഒരു വിവാദവും ഉണ്ടാക്കിയില്ല. 1991 ആയപ്പോഴേക്കും അദ്ദേഹം വിരമിക്കലിന് വക്കിലായിരുന്നു. പക്ഷേ ചരിത്രത്തിന് മറ്റ് പദ്ധതികൾ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ ആശയക്കുഴപ്പത്തിലായി. കോൺഗ്രസിന് സ്ഥിരതയുള്ള ബുദ്ധിമാനായ രാഷ്ട്രീയമായി അറിവുള്ള ഒരാളെ ആവശ്യമായി വന്നു. ഒരു തീപ്പൊരിയല്ല, മറിച്ച് ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ. റാവുവിനെ തെരഞ്ഞെടുത്തു. പൊതു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചില്ലെങ്കിലും അദ്ദേഹം നന്ദ്യാലിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 5 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചു. ഇതൊരു റെക്കോർഡായിരുന്നു. 1991 ജൂൺ 21 തെലങ്കാനയിൽ നിന്നുള്ള ഈ ശാന്ത പണ്ഡിതൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 1991 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യ വളരെയധികം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിൽ രൂക്ഷമായിരുന്നു. നെഹ്റു കൈക്കൊണ്ട സോഷ്യലിസ്റ്റ് നയങ്ങളായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളെന്ന് PV നരസിംഹറാവു തിരിച്ചറിഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ 3 കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ PV നരസിംഹറാവു തയ്യാറായി. അദ്ദേഹത്തിനെ അതിന് സഹായിക്കാൻ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും ഉണ്ടായിരുന്നു. 1991 ഇന്ത്യയിൽ അതുവരെ നടന്നുകൊണ്ടിരുന്ന ലൈസൻസ് രാജ് എന്ന സിസ്റ്റം PV നരസിംഹറാവു ഇല്ലാതാക്കി. അതായത് വ്യവസായങ്ങൾ തുടങ്ങണമെങ്കിൽ അതിനുവേണ്ടി ലൈസൻസ് എടുക്കേണ്ട കാര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പണം അടിച്ചു മാറ്റാനുള്ള ഒരു വഴിയായിരുന്നു. അങ്ങനെയുള്ള ലൈസൻസ് രാജ് സിസ്റ്റത്തിന് PV നരസിംഹറാവു തടയിട്ടു. ഇന്ത്യയിൽ വിദേശ നിക്ഷേപത്തിന് PV നരസിംഹറാവു തുറന്നു കൊടുത്തു. അതായത് വിദേശ നിക്ഷേപങ്ങൾ അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് വരുന്നില്ലായിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയതോടെ അങ്ങനെ ഒരു കാര്യത്തിന് മാറ്റം വരികയും ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്തു. അടുത്ത വ്യാപാര പരിഷ്കരണങ്ങളായിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി തീരുവ വളരെ കൂടുതലായിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലോട്ട് വരുന്നത് കുറയ്ക്കുക എന്നതായിരുന്നു അതുവരെ കൈക്കൊണ്ടിരുന്ന നയം. എന്നാൽ PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയതോടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും കയറ്റുമതി നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ സമന്വയിപ്പിക്കുകയും സ്വകാര്യവൽക്കരണം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ചു. പലരും വിമർശിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് എപ്പോഴും തോന്നാറുണ്ട്. അതായത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അത് ഇന്ത്യക്ക് ശരിക്കും ദോഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ അവസരത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് PV നരസിംഹറാവു ഒരു എക്കണോമിക് ലിബറലൈസേഷന് തുടക്കം കുറിച്ചു. ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി വളരെയധികം ഗുണം ചെയ്ത ഒന്നാണ്. മേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചത് പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ്.
എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ മികച്ചത് ക്യാപിറ്റലിസം തന്നെയാണ്. പലരും സോഷ്യലിസം മികച്ചതാണെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നുവെന്ന് അവരൊന്ന് ആത്മവിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ചൈനയെ എടുത്തു നോക്കുക. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. എന്നാൽ പോലും അവിടെ സോഷ്യലിസത്തിൻ്റെ ദുർഭൂതം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ചൈന ഇന്നൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ചൈനയിൽ ഇന്ന് ഇത്രയും കണ്ട വികസനം. അതായത് ചുരുക്കി പറഞ്ഞാൽ ചുവപ്പ് നാടയിൽ കുടങ്ങി വികസനം അസ്തമിച്ച് നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. അതിനു പകരം കഴിവുള്ളവർക്ക്, അതായത് ഒരു രാജ്യത്ത് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ലാഭം ഉണ്ടാക്കാൻ കഴിവുള്ളവർക്ക് വേണ്ട അവസരങ്ങൾ നൽകുക. ഒരിക്കലും ഗവൺമെൻറ് വ്യവസായങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിജയത്തിലെത്തുകയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വ്യവസായ വൽക്കരണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലൊരു വ്യവസായികമായൊരു വലിയ മാറ്റത്തിന് PV നരസിംഹറാവു തുടക്കം കുറിച്ചു എന്ന് പറയാനാവും. സോഷ്യലിസ്റ്റിൻ്റെ ദുർഭൂതത്തെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോഴും ചെറിയ തോതിൽ സോഷ്യലിസ്റ്റിൻ്റെ ദുർഭൂതം ഇന്ത്യയിൽ ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും അന്ന് ഉണ്ടായിരുന്ന ആ വലിയൊരു സോഷ്യലിസ്റ്റ് ദുർഭൂതത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു PV നരസിംഹറാവു. നരസിംഹറാവുവിൻ്റെ പാരമ്പര്യം സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്. അദ്ദേഹം ഒരു മികച്ച തന്ത്രജ്ഞനും ബഹുഭാഷാ പണ്ഡിതനും ഇന്ത്യയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, നയതന്ത്ര ഭൂപ്രകൃതിയെ നിശബ്ദമായി പുനർനിർമ്മിച്ച ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത വർണ്ണ നേട്ടം വിദേശ നയത്തിൻ്റെ കാര്യത്തിലാണ്. അതിലൊന്നാമത്തേത് ഇസ്രായേലുമായുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധമാണ്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മടി അവസാനിപ്പിച്ച് പ്രതിരോധ, സാങ്കേതിക സഹകരണത്തിൽ പുതിയ വഴികൾ തുറന്ന ഒരു ധീരമായ നീക്കം PV നരസിംഹറാവു നടത്തുകയുണ്ടായി. അടുത്ത് ഇറാൻ ബന്ധം വളർത്തിയെടുത്താണ്. 1993 അദ്ദേഹം ടെഹ്റാൻ സന്ദർശിക്കുകയും ഇൻഡോ ഇറാൻ ബന്ധങ്ങളിൽ ഒരു വഴിത്തിരിവായി ഇത് മാറുകയും ചെയ്തു. അടുത്ത് ലുക്ക് ഈസ്റ്റ് പോളിസി ആരംഭിച്ചു. ചൈനയുടെ സ്വാധീനത്തെ കുറയ്ക്കാനായി തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യ കാര്യമായ ഇടപെടൽ നടത്തി. അടുത്ത് ദേശസുരക്ഷയിലും തന്ത്രപരമായ കാഴ്ചപ്പാടിലുമാണ്. ഇന്ത്യയുടെ പുരോഗമിച്ച ആണവ പദ്ധതിയിൽ PV നരസിംഹറാവു പ്രധാന പങ്കുവഹിച്ചു. പൊഖ്രാൻ 2 പരീക്ഷണങ്ങൾ വാജ്പേയിയുടെ കാലത്താണ് നടന്നിരുന്നതെങ്കിലും റാവു ആണ് ഇതിന് അടിത്തറ പാകിയത്. പരീക്ഷണ തയ്യാറെടുപ്പുകൾക്ക് റാവു അംഗീകാരം നൽകുകയും ചെയ്തു. അടുത്തത് പഞ്ചാബും കാശ്മീരും നിയന്ത്രിച്ചതാണ്. ഭീകരവിരുദ്ധ നിയമം കൊണ്ടുവന്ന് തന്ത്രപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഞ്ചാബിലും കാശ്മീരിലും നടന്ന കലാപങ്ങൾ PV നരസിംഹറാവു അടിച്ചൊതുക്കുകയുണ്ടായി. അടുത്ത വിദ്യാഭ്യാസവും സാമൂഹിക വികസനവുമാണ്. വിപുലീകരിച്ച നവോദയ വിദ്യാലയങ്ങൾക്ക് PV നരസിംഹറാവു തുടക്കം കുറിച്ചു. ഗ്രാമീണ മേഖലകളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനം. ഗുരുകുല മാതൃകയിലുള്ള സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുകയുണ്ടായി. തെലങ്കാനയിലും അതിനപ്പുറത്തുമുള്ള പരമ്പരാഗത റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി. അടുത്ത് സാംസ്കാരികവും ഭൗതികവുമായ പൈതൃകങ്ങളാണ്. 17 ഭാഷകളിൽ പ്രാവീണ്യമുള്ള റാവു മികച്ച ഒരു വിവർത്തകനും സാഹിത്യ സംഭാവകനുമായിരുന്നു. തെലുങ്ക്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളിലേക്ക് പ്രധാന കൃതികൾ വിവർത്തനം ചെയ്തു. കാകതീയ പത്രിക എന്ന തെലുങ്ക് മാസിക എഡിറ്റ് ചെയ്യുകയും ജയവിജയ 4 എന്ന തൂലിക നാമത്തിൽ ഫിക്ഷൻ എഴുതുകയും ചെയ്തു. 2004 ഡിസംബർ 23 83-ാം വയസ്സിൽ ന്യൂഡൽഹിയിൽ വെച്ച് PV നരസിംഹറാവു അന്തരിച്ചു. ഇന്ത്യയുടെ പരിവർത്തനത്തിന്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ പരിവർത്തനത്തിന്, ചുവപ്പ് നാടയിൽ കുടുങ്ങിയ ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു PV നരസിംഹറാവു. എന്നാൽ അദ്ദേഹം സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ നിന്നുപോലും വളരെയധികം അവഗണനകൾ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ മരണവും ഒരു വലിയ വിവാദത്തിനുള്ള കാരണമായി മാറി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് അത്രയും മോശപ്പെട്ട സാഹചര്യങ്ങളിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് 2004 PV നരസിംഹറാവു മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ ഡൽഹിയിൽ തന്നെ സംസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായി കണക്കാക്കിയിരുന്നു. എന്നിരുന്നാലും മൃതദേഹം ഹൈദരാബാദിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിയെന്ന് റിപ്പോർട്ടുണ്ട്. മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല. പകരം പുറത്തെ റോഡരികിലാണ് സൂക്ഷിച്ചത്. ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിനിടെ പാതി കത്തിയ മൃതദേഹങ്ങളുടെ സമീപത്ത് തെരുവ് നായ്ക്കൾ നിൽക്കുന്ന ഫോട്ടോയടക്കം ഉണ്ടായിരുന്നു. ഇത് കുടുംബത്തെ വളരെയധികം അസ്വസ്ഥമാക്കി.
മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ശില്പി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവി കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെയധികം അപമാനകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും 2024 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന റാവുവിന് മരണാനന്തരം ലഭിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അവാർഡ് സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ PV പ്രഭാകരൻ റാവു അവാർഡ് സ്വീകരിച്ചു. റാവുവിൻ്റെ ഫലപ്രദമായ നേതൃത്വം പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ നയിച്ച പണ്ഡിത രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അതായത് മറ്റൊരു പാർട്ടിയിലുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തെ പണ്ഡിത രാഷ്ട്രതന്ത്രജ്ഞൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് അത്രയധികം കോൺട്രിബ്യൂഷൻ ചെയ്ത വളരെ വലിയൊരു മഹാത്മാവായിരുന്നു PV നരസിംഹ റാവു.